പുരോഹിതനെ പറ്റിച്ച രാമൻ. കൊട്ടാരത്തിലെ അന്തേവാസിയായെങ്കിലും രാജപുരോഹിതനോടുള്ള ദേഷ്യം രാമൻ്റെ മനസ്സിൽ കെട്ടടങ്ങിയിരുന്നില്ല. തന്നോട് കാണിച്ച അനീതിക്ക് ചുട്ട മറുപടി നൽകാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു രാമൻ. ഒരു ദിവസം വസ്ത്രം മുഴുവൻ കടവിൽ അഴിച്ചുവെച്ച് പുഴയിൽ മുങ്ങിക്കുളിക്കുന്ന രാജപുരോഹിതനെ തെന്നാലി രാമൻ കണ്ടു. രാമൻ ഒട്ടും താമസിച്ചില്ല, പുരോഹിതൻ്റെ വസ്ത്രങ്ങൾ എടുത്തുമാറ്റി. കുളി കഴിഞ്ഞ് കയറിയ പുരോഹിതൻ അമ്പരന്നു. ഒറ്റ തുണിയില്ല, എങ്ങനെ വീട്ടിൽ പോവും? തുണിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ നാണക്കേട് തന്നെ. പുരോഹിതൻ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അകലെ പുഞ്ചിരിയോടെ നിൽക്കുന്ന രാമനെ കണ്ടത്. ഹേ രാമ, നീ എൻ്റെ വസ്ത്രങ്ങൾ കണ്ടോ? പുരോഹിതൻ ചോദിച്ചു. അത്ഭുതം തന്നെ, അങ്ങ് എൻ്റെ പേര് എത്ര കൃത്യമായി ഓർക്കുന്നു. അങ്ങ് തന്നെയല്ലേ എന്നെ അറിയുക പോലുമില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടത്? രാമൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെനിക്ക് തെറ്റു പറ്റിയതാണ് രാമ, നീ എന്നോട് ക്ഷമിക്കൂ. എൻ്റെ വസ്ത്രങ്ങൾ തരൂ, എനിക്ക് കൊട്ടാരത്തിലെത്താനുള്ള സമയമായി. പുരോഹിതൻ താണപേക്ഷിച്ചു. ഞാൻ വസ്ത്രം തരാം, പക്ഷേ അങ്ങ് എന്നെ കൊട്ടാരം വരെ ചുമക്കണം. അതിന് തയ്യാറല്ലെങ്കിൽ ഈ വസ്ത്രങ്ങളുമായി ഞാനങ്ങ് പോകും. പിന്നെ കൊട്ടാരത്തിലെത്തുന്നത് എങ്ങനെയെന്ന് കാണാം. രാമൻ തിരിച്ചു നടക്കാൻ ഭാവിച്ചു. അയ്യോ രാമ, പോകരുതേ. നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. എൻ്റെ വസ്ത്രങ്ങൾ തരൂ. സത്യം? സത്യം. രാജപുരോഹിതൻ സത്യം ചെയ്തു. രാമൻ രാജപുരോഹിതൻ്റെ വസ്ത്രങ്ങൾ തിരികെ കൊടുത്തു. പുരോഹിതൻ വസ്ത്രമെടുത്തതും രാമൻ അയാളുടെ തോളിൽ ചാടിക്കയറി. നടക്ക് കൊട്ടാരത്തിലേക്ക്, രാമൻ ആജ്ഞാപിച്ചു. പുരോഹിതൻ രാമനെയും ചുമന്ന് വേച്ച് മുന്നോട്ട് നടന്നു. കൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ നിൽക്കുകയായിരുന്ന കൃഷ്ണദേവരായർ പുരോഹിതൻ്റെ തോളിൽ കയറി രസിച്ചു വരുന്ന രാമനെ കണ്ടു. ചക്രവർത്തിക്ക് അരിശം വന്നു. ആരെവിടെ? ഭടന്മാർ ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരായി. കൊട്ടാരവാതിക്കൽ ഒരാൾ മറ്റൊരാളെ ചുമന്നുകൊണ്ട് വരുന്നുണ്ട്. തോളിലിരിക്കുന്നവനെ പിടിച്ചിറക്കി നല്ല തല്ല് കൊടുക്കണം. അവനെ ചുമന്നുകൊണ്ടുവന്ന പാവത്തിനെ നമ്മുടെ അരികിലേക്ക് ആദരവോടെ കൂട്ടിക്കൊണ്ടുവരൂ, ചക്രവർത്തി ആജ്ഞാപിച്ചു. ചക്രവർത്തി ഭടന്മാർക്ക് ആജ്ഞ കൊടുക്കുന്നത് തെന്നാലി രാമൻ ദൂരെ നിന്ന് തന്നെ ശ്രദ്ധിച്ചു. രാമൻ ഉടനെ പുരോഹിതൻ്റെ തോളിൽ നിന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ കാലിൽ വീണു. ക്ഷമിക്കണം സ്വാമി, ദേഷ്യം കൊണ്ട് ഞാൻ കാണിച്ച അവിവേകം പൊറുക്കണം. അതിന് പ്രായശ്ചിത്തമായി അങ്ങയെ ഞാൻ ഈ കൊട്ടാരം മുഴുവൻ ചുമന്നുകൊണ്ട് നടക്കാം. ദയവ് ചെയ്ത് എന്നെ അതിന് അനുവദിച്ചാലും. രാജപുരോഹിതന് സന്തോഷമായി. തന്നെ ഇത്തിരി ബുദ്ധിമുട്ടിച്ചെങ്കിലും ചെയ്ത തെറ്റ് ഇവന് മനസ്സിലായല്ലോ. ഏതായാലും ഇന്നു മുഴുവൻ ഇവൻ്റെ മുതുകിൽ തന്നെ യാത്ര. പുരോഹിതൻ തെന്നാലി രാമൻ്റെ തോളിൽ ചാടിക്കയറി. രാമൻ പുരോഹിതനെയും ചുമന്നുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ചെന്നു. അവിടെ അവരെ വരവേറ്റത് രാജഭടന്മാരാണ്. അവർ പുരോഹിതനെ പിടിച്ച് നിലത്തിട്ട് പൊതിരെ തല്ലി. തെന്നാലി രാമനെ ആദരവോടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതും കൂടെ കണ്ടപ്പോൾ രാജപുരോഹിതന് സഹിച്ചില്ല. അയാൾ ഉറക്കെ കരയാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ തോളിലിരുന്നവനെ ഞങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ പൊതിരെ തല്ലി. ഇനി അയാൾ 1 മാസത്തേക്ക് എഴുന്നേൽക്കില്ല തിരുമേനി. ഭടന്മാർ സന്തോഷത്തോടെ ചക്രവർത്തിയെ അറിയിച്ചു. രാജപുരോഹിതന് പകരം തെന്നാലി രാമനെ കണ്ട ചക്രവർത്തി അമ്പരന്നു. എന്താണ് സംഭവിച്ചതെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല.